അദ്ദേഹത്തിൻ്റെ ഈ ചെയ്തി എന്നൊക്കെ പറയണത് ഇവിടെ വലിയ വാചകമടിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ചെകിട്ടത്തുള്ള അടിയാണ്. മന്ത്രിസ്ഥാനങ്ങൾ പങ്കുവച്ചപ്പോൾ എത്ര ആസൂത്രിതമായിട്ടാണ് ഈ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട 3 വകുപ്പുകൾ അദ്ദേഹം സ്വന്തം കൈക്കൽ വെച്ചത്. അല്ലാടോ, ആര്യാടൻ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തെ കാണാൻ നിലമ്പൂർ പോകാത്ത ആള് ആര്യാടൻ്റെ വകയിലുള്ള ഏതോ ബന്ധുവെന്ന് പറയുന്ന ആളെ കാണാൻ വേണ്ടി ചാർട്ടേഡ് വിമാനത്തിൽ പോയി എന്ന് പറയുമ്പോൾ ഇതൊക്കെ ആരോട് വിശ്വസിക്കുക? വിഴിഞ്ഞവും അദാനിയായി ബന്ധപ്പെട്ട് ആശയക്കുഴപ്പം ഉണ്ടെന്ന് നമ്മൾ ധരിക്കുന്നതാണ്. ഒരാശയക്കുഴപ്പമില്ല. ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ പോലും അധികാരത്തിലേക്ക് വരികയാണെങ്കിൽ എങ്ങനെ അദാനിക്ക് വേണ്ടിയിട്ട് കൊള്ള നടത്താമെന്നുള്ള ഒരു ഗൂഢാലോചന അരങ്ങേറിയിരുന്നു. മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് ഒരു പ്രത്യേക വിമാനത്തിൽ വി.ഡി. സതീശൻ മംഗലാപുരത്ത് പോയിട്ട് അദാനിയുടെ നേതാക്കന്മാരെ, വക്താക്കളെ കാണണമെങ്കിൽ അതിന് പിന്നിൽ ചെറിയ കാര്യങ്ങളൊന്നുമല്ല ഉള്ളത്. അതുകൊണ്ട് ആശയക്കുഴപ്പമെന്ന് പറയുന്നത് നമുക്കാണ്. വി.ഡി. സതീശന് ഒരു ആശയക്കുഴപ്പമില്ല. ഈ മന്ത്രിസ്ഥാനങ്ങൾ പങ്കുവച്ചപ്പോൾ എത്ര ആസൂത്രിതമായിട്ടാണ് ഈ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട 3 വകുപ്പുകൾ അദ്ദേഹം സ്വന്തം കൈക്കൽ വെച്ചത്. തുറമുഖ വകുപ്പ്, നിയമവകുപ്പ്, ധനവകുപ്പ്. ഈ 3 വകുപ്പുകൾ എങ്ങനെ അദ്ദേഹം കയ്യിൽ വെക്കണമെന്ന് തോന്നി അദ്ദേഹത്തിന്? ആശയക്കുഴപ്പമില്ലാത്തതുകൊണ്ടാണ്. അദ്ദേഹത്തിന് ആശയക്കുഴപ്പമില്ല. വളരെ സ്പഷ്ടമായിട്ടുള്ള കണക്കുകൂട്ടലുകൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, അദ്ദേഹത്തിൻ്റെ ഈ ചെയ്തി എന്നൊക്കെ പറയണത് ഇവിടെ വലിയ വാചകമടിക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ചെകിട്ടത്തുള്ള അടിയാണ്. ഇന്ത്യ ബ്ലോക്ക് യോഗത്തിൽ ഡി രാജയെ എന്നെ നോക്കി അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. മണ്ടത്തരമാണെങ്കിലും അദ്ദേഹം പറഞ്ഞല്ലോ, കേരളത്തിലേക്ക് അദാനിയെ ആനയിച്ചത് കൊണ്ടാണ് ഇടതുപക്ഷത്വം ചോർന്നുപോയി എന്ന് ഞാൻ പറഞ്ഞത് എന്ന് വസ്തുതാപരമായ പിഴവുകളോടെ അദ്ദേഹം പറഞ്ഞെങ്കിൽ പോലും അദ്ദേഹം എത്ര കണ്ട് അദാനിക്കെതിരെയുള്ള നിലപാടിൽ രൂഢമൂലമായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു പ്രതിഫലനമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ചെകിട്ടത്ത് കിട്ടിയിട്ടുള്ള അടിയാണ് ഈ വി.ഡി. സതീശൻ്റെ നേതൃത്വത്തിൽ ഈ അദാനിക്ക് വേണ്ടി നടത്തിയിട്ടുള്ള ഈ ഒരു സംഗതികളെല്ലാം. വി.ഡി. സതീശൻ ഒക്കെ മുഖ്യമന്ത്രി കൂടി അറിഞ്ഞുകൊണ്ടാണോ, അങ്ങനെയാണോ കരുതുന്നത്? ലോകത്തെവിടെയെങ്കിലും സർക്കാരിൻ്റെ അനുമതി വാങ്ങേണ്ട ഒരു കാര്യത്തിൽ സർക്കാരിനെ മുൻകൂട്ടി അറിയിക്കാതെ, അതില്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട അധികാര കേന്ദ്രങ്ങളുമായി ചർച്ച ചെയ്യാതെ സെബിയിൽ പോയിട്ട് ഞങ്ങൾ വരാം, ഇമാതിരി സാങ്കേതിക കുതന്ത്രങ്ങളൊക്കെ ഈ കാലത്ത് ആരെങ്കിലും വിശ്വസിക്കുന്നു? കൊച്ചു കുട്ടികൾ വിശ്വസിക്കുക. എത്ര തവണ ചർച്ച നടന്നു? ഞാൻ ഇപ്പോഴും ചോദിക്കുന്നൊരു കാര്യമുണ്ട്, കേരളം മുഴുവൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്തിനാണ് മലയാളിക്ക് ഇത്ര ധൃതി എന്ന് പറഞ്ഞ സതീശൻ എന്തിനാ ഇത്ര ധൃതിക്ക് ഒരു ചാർട്ടേഡ് വിമാനം എടുത്ത് മംഗലാപുരത്തേക്ക് പോയത്? കൊച്ചിയിൽ നിന്ന് മംഗലാപുരത്തേക്ക് എത്ര ട്രെയിൻ ഉണ്ടോ? 1/2 ഡസൻ ട്രെയിനില്ലേ? ഞങ്ങളൊക്കെ തീവണ്ടിയിലല്ലേ പോകുന്നത് മംഗലാപുരത്തേക്ക്, അല്ലെങ്കിൽ കണ്ണൂരേക്ക്, അല്ലെങ്കിൽ കാറിന് പോയിക്കൂടെ? പകൽ സമയം കൊണ്ട് ദീർഘദൂര ട്രെയിനുകളുണ്ട്. ഈ ചാർട്ടേഡ് വിമാനത്തിൽ പോകണമെന്ന് അദ്ദേഹത്തിന് തോന്നിയത് എന്താണ്? അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ഇത് പത്രക്കാരും കേരള സമൂഹം അറിയേണ്ടതില്ലെന്ന്. അത് വളരെ അപകടം പിടിച്ചൊരു കാര്യമാണ്. അദ്ദേഹം പൊതുപ്രവർത്തകനാണ്. ഈ ചാർട്ടേഡ് വിമാനം വിളിക്കാൻ വേണ്ടി അദ്ദേഹത്തിന് എവിടെ നിന്ന് പണം കിട്ടിയെന്ന് അദ്ദേഹം കേരളത്തിലെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. ഏതെങ്കിലും പൊതുപ്രവർത്തകൻ പറയുകയാണ്, അതായത് എനിക്ക് കുറേ പണം കിട്ടി, അത് ആര് തന്നാണെന്ന് ഞാൻ പറയില്ല എന്ന് പറഞ്ഞാൽ ഉടനെ അത് ശരിയാണോ? ആ പണം സർക്കാരിൻ്റെ പണമല്ല, അതുകൊണ്ട് നിങ്ങൾ ചോദിക്കേണ്ടതില്ലെന്ന് പറയാൻ പറ്റുമോ? അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹം ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് ഒരു പൊതുസേവകനിൽ അർപ്പിതമായിരിക്കുന്ന എല്ലാ നിഷ്കർഷയും അദ്ദേഹത്തിന് ബാധകമായിരുന്നു. അപ്പോൾ ആരാണ് ആ വിമാനത്തിന് പണം മുടക്കിയത്? അദ്ദേഹം പത്രപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ആര്യാടൻ മുഹമ്മദിൻ്റെ ബന്ധുവിനെ കാണാൻ പോയതാണ്. നമ്മുടെ പത്രക്കാർ ഉപചോദ്യങ്ങളൊന്നും ചോദിക്കില്ല. ഇപ്പം എന്നോട് നിങ്ങൾ ഉപചോദ്യങ്ങൾ ചോദിച്ചു. അല്ലാടോ, ആര്യാടൻ ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തെ കാണാൻ നിലമ്പൂർ പോകാത്ത ആള് ആര്യാടൻ്റെ വകയിലുള്ള ഏതോ ബന്ധുവെന്ന് പറയുന്ന ആളെ കാണാൻ വേണ്ടി ചാർട്ടേഡ് വിമാനത്തിൽ പോയി എന്ന് പറയുമ്പോൾ ഇതൊക്കെ ആരോട് വിശ്വസിക്കുക? എന്നിട്ട് നിങ്ങളൊന്നും ഒരു ഉപചോദ്യം പോലും ചോദിച്ചില്ലല്ലോ. ഏതാണ് ആര്യാടൻ്റെ ബന്ധു? ഏത് വകയിലാണ്?
ജീവിച്ചിരിക്കുമ്പോൾ നിലമ്പൂർ പോയി ആര്യാടനെ കാണാത്ത വി.ഡി. സതീശൻ ആര്യാടന്റെ അമ്മാവന്റെ മുത്തച്ഛന്റെ വകയിലുള്ള ഏതോ ഒരുത്തിനെ കാണാൻ പോയി ചാർട്ടേഡ് വിമാനത്തിൽ പോയി എന്ന് പറയുമ്പോൾ മൈക്കും താത്തി വെച്ച് നിങ്ങൾ വീട്ടിലേക്ക് പോകാൻ പാടുണ്ടായിരുന്നോ? ചോദിക്കണ്ടേ? ആ ബന്ധുവിന്റെ പേരെന്താണ്? ആ ബന്ധുവിന് ഇപ്പോൾ ആരൊക്കെ ഉണ്ടായിരുന്നു? ഇത്ര ധൃതി പിടിച്ച് പോകേണ്ട കാര്യം എന്താണ്? ഈ ചാർട്ടേഡ് വിമാനത്തിന്റെ പണം കൊടുത്തതാരാണ്? ആരൊക്കെയാണ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത്? അവിടെ ആരെ കണ്ടു? നിങ്ങൾ ഇത്ര ധൃതി പിടിച്ചൊരു ദൗത്യം നടത്തേണ്ട കാര്യം എന്തായിരുന്നു? ഇതൊക്കെ ചോദിക്കണ്ടേ? അതൊക്കെ ചോദിക്കണം. ഒറ്റ ചോദ്യം, ഈ തുടർ നടപടിയുടെ ഭാഗമാണോ പോർട്ട് എം ഡിയുടെ സ്ഥാനത്ത് നിന്ന് ദിവ്യ എസ് അയ്യരെ മാറ്റിയത്? ഇന്ന് പ്രതിപക്ഷ നേതാവിൻ്റെ പത്രസമ്മേളനം കണ്ടപ്പോൾ അദ്ദേഹം ഒരു സൂചന നൽകിയിട്ടുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ വി.ഡി. സതീശൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ ഒരു ഗുരു എന്ന് പറയുന്നത് ജി കാർത്തികേയനാണ്, പരേതനായ. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹം വിതുമ്പി ആ കാർത്തികേയൻ്റെ മരുമകളെ ഈ വിഴിഞ്ഞം MD സ്ഥാനത്ത് നിന്ന് രായ്ക്ക് രാമാനം മാറ്റാൻ അദ്ദേഹത്തിന് തോന്നിയതൊന്നുമുണ്ട്. ഇപ്പോഴും ഈ പറഞ്ഞ ഗവൺമെന്റ് ലീഡർമാരുടെ കാര്യം പറയാറില്ലേ? എത്രയോ ഇടതുപക്ഷക്കാർ അവിടെ നിൽപ്പുണ്ട്. ഇത്ര ധൃതിയൊന്നും കാണിച്ചിട്ടില്ലല്ലോ. എന്നാൽ വിഴിഞ്ഞം MD സ്ഥാനത്ത് നിന്ന് സ്വന്തം ഗുരുവിൻ്റെ മരുമകളെ രായ്ക്ക് രാമാനം മാറ്റണമെന്ന് മുഖ്യമന്ത്രിക്ക് തോന്നിയത് എന്തുകൊണ്ടാണ്? വലിയൊരു ചോദ്യമാണ്. ആ ചോദ്യം വരും ദിവസങ്ങളിൽ ജനങ്ങളുടെ കാതിലിങ്ങനെ എരമ്പും.